നമസ്കാരം. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉടനെ നടക്കുമോ എന്ന് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 നാണയങ്ങളിൽ ഒരു നാണയം തിരഞ്ഞെടുക്കുക എന്നതാണ്. അതിൽ ആദ്യത്തേതായ നാണയം സ്വർണ്ണ നാണയമാണ്. രണ്ടാമത്തേതായ നാണയം വെള്ളി നാണയമാകുന്നു. ഈ 2 നാണയങ്ങളിൽ ഒരു നാണയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നറിയാം. ഏവരും ഒരു നാണയം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഹരേ രാമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ ആദ്യത്തെ നാണയമായ സ്വർണ്ണ നാണയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. മനസ്സിലുള്ള ആ ആഗ്രഹം നടക്കും എങ്കിൽ പോലും ഉടനെ അത് സംഭവിക്കില്ല എന്നതാണ് വാസ്തവം. ഉടനെ തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ ഒരല്പം കുറവാകുന്നു. എന്നാൽ അതേക്കുറിച്ച് വിഷമിക്കേണ്ടതായിട്ടില്ല. കാരണം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. സാമ്പത്തിക തടസ്സത്താലും മാർഗ തടസ്സത്താലും നിങ്ങൾക്ക് പലവിധ പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ ആഗ്രഹങ്ങൾ അല്പം നീണ്ടു പോകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നേരിടേണ്ടത് അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് സാധിക്കും എന്നതിനാലാണ് അല്പം താമസിച്ചാലും ഈ കാര്യങ്ങൾ നടക്കും എന്നർത്ഥമാക്കുന്നത്. കഠിനമായി പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാകും. കഠിനമായ പ്രയത്നത്തോടെ മുന്നോട്ട് പോകുന്നതിനാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. എന്നാൽ എടുത്തുചാട്ടം പാടില്ല എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. എടുത്തുചാടി നിങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് എങ്കിൽ അത് നഷ്ടത്തിലായിരിക്കും കലാശിക്കുക. അതിനാൽ ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല. മറ്റുള്ളവർക്ക് പലപ്പോഴും നിങ്ങൾ മൂലം ഉയർച്ചകൾ വന്നു ചേരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കാത്തതായ സാഹചര്യം, നിങ്ങളുടെ കഴിവിന് അനുസരിച്ച് യോഗ്യതയ്ക്കനുസരിച്ച് കാര്യങ്ങൾ അനുകൂലമല്ലാത്തതായ സാഹചര്യമുണ്ട്. അത് തൊഴിൽപരമാണ് എങ്കിലും ബിസിനസ് പരമാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ 28 ദിവസങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ, തടസ്സങ്ങൾ ഒഴിഞ്ഞ് അത്തരം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ശുഭാപ്തി വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ശ്രമങ്ങൾ ഫലം കാണും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അവകാശപ്പെട്ടതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ് അത്. അതിനാൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ കാലതാമസമാണ് പ്രശ്നം. അതിനാൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുന്നതായ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിച്ചതായ കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. സത്യസന്ധതയുള്ളവരാണ് നിങ്ങൾ. പെട്ടെന്ന് നിങ്ങളെ വഞ്ചിക്കുവാൻ പലരും ശ്രമിച്ചു എന്ന് വരാം. അതിൽ ചില അവസരങ്ങളിൽ നിങ്ങൾ അറിയാതെ വീണ് പോകുന്നതായ സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കണം. തീർച്ചയായും നിങ്ങൾ ശ്രമിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിശ്ചയദാർഢ്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നതിലൂടെ ആ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ നാണയമായ വെള്ളി നാണയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉറപ്പായും നടക്കും എന്നാണ് ഫലം. നിങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലം ആ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ചില തിരിച്ചടികൾ നേരിട്ടു എന്നത് വാസ്തവമാണ്.
എന്നാൽ ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ നഷ്ടമായിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് അർഹമായ ആ കാര്യം നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. പലരും അത് തടസ്സപ്പെടുത്തി എന്ന് വരാം. എന്നാൽ അവർക്ക് പോലും അത് തടസ്സപ്പെടുത്തുവാൻ ശരിയായ രീതിയിൽ സാധിക്കണം എന്നില്ല. കാര്യങ്ങൾ അതിനാൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെ അർത്ഥമാക്കാം. നിശ്ചയമായും നടക്കും എന്നതാണ് വാസ്തവം. നിങ്ങളായി മുന്നിട്ടിറങ്ങണം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഒരിക്കലും മാറിയിരിക്കുവാൻ പാടുള്ളതല്ല. ചില തിരിച്ചടികൾ സംഭവിച്ചു എന്ന് വരാം. ചില വിഷമകരമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത് ഒഴിവാക്കി നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക. ഭയം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത്തരത്തിൽ നിങ്ങൾ മാറിയിരിക്കുകയോ ശരിയായ രീതിയിൽ അവസരങ്ങൾ വിനിയോഗിച്ചില്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതായ സാഹചര്യം, മുതലെടുക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾക്ക് മനക്ലേശങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമായി തീരാം. പലവിധ നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഈ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ വരുന്നതായ നെഗറ്റീവായ ചിന്തകൾ അത് തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാലോ ചില തടസ്സങ്ങൾ ഇത്തരം ആഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നാൽ പോലും നിശ്ചയിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുന്നതാണ്. മറ്റു പ്രശ്നങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടതായി വരാം. എന്നിരുന്നാലും അത്ഭുതകരമായി തന്നെ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പലരും നിങ്ങളെ തളർത്താൻ നോക്കി എന്ന് വരാം. പലരും പല വിധത്തിലുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് വരാം. എന്നാൽ നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ, ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഓരോന്നായി ഒഴിവാക്കുവാൻ സാധ്യത കൂടുതലാണ്. 20 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനാൽ ഈ സമയങ്ങളിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർ തടയാൻ ശ്രമിച്ചാലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അവകാശപ്പെട്ട ആ കാര്യങ്ങൾ സത്യസന്ധരായ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.